മരം ഒരു വരം എന്ന് പറയുന്ന പോലെ തന്നെയാണ് വര ഒരു വരം തന്നെയാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്ന വരകളാണ്. ഇങ്ങോട്ട് നോക്ക് കണ്ട ഈ വരകൾ. ഇതിൽ നമ്മുടെ ഭൂതം ഭാവി വർത്തമാനം ഒക്കെ അറിയാം. നമ്മളൊരു തെറ്റി കൈ കൊണ്ട് ചെയ്യാൻ പാടില്ലാട്ടാ. ഈ വരകൾ അത് കണ്ടുപിടിക്കും. കഞ്ഞി കുടിക്കണോ, റേഷൻ വാങ്ങണോ, നമ്മുടെ വിരലടയാളം അവിടെ പതിയണം. ഇത് വെറും സിമ്പിളല്ലാട്ടാ. ഈ വരകൾ പവർഫുൾ. നമ്മൾ ജനിച്ചൊരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചുമരുമ്പൊക്കെ വരയ്ക്കാൻ തുടങ്ങും. അങ്ങനെ വരച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് വിഷമം തോന്നിയിട്ട് അമ്മ ഒരു പുസ്തകം പെൻസിലും നമുക്ക് തരും. ആ പുസ്തകം നമ്മൾ 5-6 പേജ് കീറി കളഞ്ഞാലും നമ്മൾ പെൻസിൽ കൊണ്ട് അവിടെ കുത്തി വരയ്ക്കും. അങ്ങനെ കുത്തി വരച്ച് നമ്മൾ ആദ്യമായിട്ട് വരയ്ക്കുന്നതാണ് കിളിക്കൂട് വരച്ചതിന് ശേഷമാണ് നമ്മൾ സ്കൂളിൽ ചെന്ന് 1 വരയ്ക്കാൻ പോണേ. ആ 1 ചാഞ്ഞും ചെരിഞ്ഞും കുറുക്കിയും ഉരുട്ടിയും ചുളിച്ചും ചുക്കിച്ചുളിച്ചൊക്കെ വരച്ച് അത് അക്ഷരങ്ങളായിട്ട് അങ്ങോട്ട് മാറും. നമ്മൾ ഏറ്റവും കൂടുതൽ വരയ്ക്കുന്നത് കണക്കിലാണ്. പിന്നെ സോഷ്യൽ സ്റ്റഡീസിലും സയൻസിലും ഒക്കെ അങ്ങോട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് വരയ്ക്കും. സോഷ്യലിൽ മാപ്പ് വരച്ച് കൈ കഴിച്ചിട്ടുണ്ട്. മാപ്പ് വരച്ച് കുന്നംകുളമില്ലാത്ത മാപ്പ് വരെ വരച്ചിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം സിലോൺ വരച്ചപ്പോൾ മാഷ് അത് ചക്കയാണെന്നും പറഞ്ഞ് എന്നെ കളിയാക്കിയത് ഞാൻ ഇന്നലെയും കൂടി ഓർക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചുമന്ന മഷിയിൽ കാണുന്നത് നമ്മുടെ ആൻസർ പേപ്പറിലാണ്. O കാണാം, X കാണാം, Z കാണാം, ചുമന്ന വരകൾ കാണാം. അങ്ങനെ വര എല്ലാ മേഖലകളിലും വരയുടെ സാന്നിധ്യം പ്രധാനം തന്നെയാണ്. പണ്ടൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ചെറുക്കൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ പെണ്ണ് നാണം കൊണ്ട് കാലിൻ്റെ തന്തവിരൽ കൊണ്ട് ഇങ്ങനെ വട്ടം വരയ്ക്കുന്ന പറയുന്നത് നാണിച്ചിട്ട്. ഇന്നിപ്പം അങ്ങനെയല്ലല്ലോ, സ്ട്രെയിറ്റ് ആണ്. നേരെ നോക്കിയല്ലേ വർത്താനം, ഒരു നേർരേഖയാണ്. ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് എന്ന മട്ട എന്ന് വെച്ചാൽ ആരും ബിന്ദുവിനെ അന്വേഷിച്ച് പോകരുത് കേട്ടാ. പിന്നെ ഭർത്താവ് ഭാര്യനെ വരച്ച വരയും നിർത്തും, ഭാര്യ ഭർത്താവിനെ വരച്ച വരയും നിർത്തും, അമ്മായിയമ്മ മരുമോളെ വരച്ച വരയും നിർത്തും, മരുമോൾ അമ്മായിയമ്മനെ വരച്ച വരയും നിർത്തും. ഞാനും വരയ്ക്കാറുണ്ട് വീട്ടിൽ. വരച്ചിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ വരയുടെ ഇപ്പുറം കടന്ന നിങ്ങളുടെ ജീവിതം അധോഗതി. ആരുടെ ജീവിതം? പാറ്റയുടെ മത്തങ്ങ ടോക്സ്.